സ്വർഗാരോഹണം ചെയ്ത നമ്മുടെ കർത്താവിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൂലോക്കോ പെരുന്നാളിന് ശേഷമുള്ള ഞായറാഴ്ച, കെംദാ കാലത്തെ 6-ാം ഞായറാഴ്ച, വിശുദ്ധ ഹെലേന രാജ്ഞിയെ തിരുസഭ ഓർമ്മിക്കുന്ന ദിനം. അടുത്ത ഞായറാഴ്ച പെന്തക്കോസ്തി പെരുന്നാൾ. തിരുസഭ ഇന്നത്തെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ടും നീ എവിടെ പോകുന്നു എന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ സുവിശേഷ ഭാഗം. സ്വർഗാരോഹണം മുതൽ പെന്തിക്കോസ്തി വരെയുള്ള കാത്തിരിപ്പിൻ്റെ 10 ദിനങ്ങളിൽ ഈ സുവിശേഷ ഭാഗ വിചിന്തനം വളരെ പ്രസക്തമാണ്. യേശു ഇഹലോക ദൗത്യം പൂർത്തിയാക്കി പിതാവിങ്കിലേക്കുള്ള മടക്കയാത്രയിലാണ്. സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ വരവിനെക്കുറിച്ച് യേശു ശിഷ്യന്മാരെ അറിയിക്കുന്നു. യേശുവിൻ്റെ ദൃശ്യ സാന്നിധ്യം ഇല്ലാതാകുന്നു. ഇതൊരു വിട പറയൽ സുവിശേഷ ഭാഗമാണ്. മതപീഡനത്തിൻ്റെ സമയമാണ്. ലോകത്തിൻ്റെ പീഡനവും ഞെരുക്കവും അനുഭവപ്പെടുമെന്ന മുന്നറിയിപ്പ് യേശു ശിഷ്യർക്ക് നൽകി. യേശുവിൻ്റെ മടക്കയാത്രയും പീഡാസഹനത്തെക്കുറിച്ച് ശിഷ്യർക്കുള്ള മുന്നറിയിപ്പും അവരെ അതീവ ദുഃഖിതരാക്കി. സഹായകനായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത് യേശു ശിഷ്യരെ ആശ്വസിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ആശ്വാസദായകനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം തിരുവചനം. യോഹന്നാൻ്റെ പെന്തക്കുസ്ത വിവരണമനുസരിച്ച് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ നിശ്വസനമാണ്. അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് യേശു അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവീൻ. മാമോദീസായിലും പൗരോഹിത്യ പട്ടാഭിഷേക ശുശ്രൂഷയിലും ഈ നിശ്വസനവും പരിശുദ്ധാത്മ നൽകലും നമുക്ക് കാണാൻ കഴിയും. മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും യേശു മഹത്വീകരിക്കപ്പെട്ടു കഴിഞ്ഞാണ് പരിശുദ്ധാത്മാവ് സഹായകൻ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 39-ാം തിരുവചനം. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടില്ലായിരുന്നു, എന്തെന്നാൽ യേശു അതുവരെയും മൗക്തീകരിക്കപ്പെട്ടിരുന്നില്ല. പരിശുദ്ധാത്മാവിലൂടെയുള്ള യേശു സാന്നിധ്യം ശിഷ്യരുടെ വിശ്വാസത്തെ പക്വതയിലെത്തിക്കും, പൂർണ്ണതയിലെത്തിക്കും. യേശു കൂടെയുണ്ടായിരുന്നപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം യേശു ആയിരുന്നു. യേശുവിൻ്റെ പിതാവിങ്കിലേക്കുള്ള മടക്കയാത്രയിൽ ശിഷ്യസമൂഹത്തിൻ്റെ സഹായകൻ പരിശുദ്ധാത്മാവാണ്. വിശ്വാസ വെല്ലുവിളികളെ നേരിടുന്നതിനും പൈശാചിക പരീക്ഷകളെ അതിജീവിക്കുന്നതിനും മാനുഷിക ബലഹീനതകളെ വിശുദ്ധീകരിക്കുന്നതിനും ദൈവിക കൃപാവരം നൽകി വിശ്വാസത്തിൽ വളർത്തുന്നതിനും തിരുസഭയെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹൃദയം ദുഃഖപൂരിതമായിരിക്കുമ്പോൾ പരിശുദ്ധാത്മ സഹായത്തോടെ ഉത്തിതനിൽ സന്തോഷം കണ്ടെത്തണം.
സത്യം നിങ്ങളോട് പറയുന്നു എന്നതിനർത്ഥം സത്യം തന്നെയായ യേശു പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുന്നു എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 33-ാം തിരുവചനം. യേശുവിൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു. 34-ാം തിരുവചനം. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. യേശു തന്നെ അയച്ച പിതാവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. യേശു പിതാവിൽ നിന്ന് കേട്ടത് മാത്രം സംസാരിച്ചു. തന്നോട് ചോദിക്കുന്നവർക്ക് സമൃദ്ധമായി, ചോദിക്കുന്നതിലധികമായി പരിശുദ്ധാത്മാവിനെ നൽകുന്നവനാണ് യേശു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 45-46 തിരുവചനങ്ങൾ. ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനം. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ യേശു ശിഷ്യ സമൂഹത്തിലേക്ക് അയക്കും. യേശു പിതാവിങ്കലേക്ക് രക്ഷാകര ദൗത്യം പൂർത്തിയാക്കി പോകുന്നതുകൊണ്ട് ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് വരും. ശിഷ്യരുടെ ഹൃദയം ദുഃഖപൂരിതമാണെങ്കിലും യേശുവിന് സത്യം പറയാതിരിക്കാനാവില്ല. കാരണം യേശു സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്ന പരമസത്യമാണ്. യേശു തൻ്റെ ശുശ്രൂഷ പൂർത്തിയാക്കിയിടത്ത് ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് തൻ്റെ സാന്നിധ്യവും പ്രവർത്തനവും തുടരുന്നു. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് വരുമ്പോൾ മഹത്തായ നിരവധി അനുഗ്രഹങ്ങൾ ശിഷ്യ സമൂഹത്തിന് ലഭിക്കും എന്നാണ്. ക്രിസ്തു രഹസ്യങ്ങൾ പോലും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോലെയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 17-ാം തിരുവചനം. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. സഭയും ശിഷ്യ സമൂഹവും പരിശുദ്ധാത്മാവിനോടൊത്ത് വസിക്കുന്നവരാണ്. അനാദി മുതലേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവ് ശിഷ്യ സമൂഹത്തിന് ലഭിക്കുന്നത് യേശുവിൽ നിന്നാണ്. ശിഷ്യ സമൂഹത്തിന് പുറത്തുള്ളവരെയാണ് ഇവിടെ ലോകം എന്ന് വിശേഷിപ്പിക്കുന്നത്. ലോകം സത്യാത്മാവിനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസമോ സഭാത്മക ജീവിതമോ ഇല്ലാത്തവർ ലൗകികരാണ്. അവർ സത്യാത്മാവിനെ സ്വീകരിക്കുക ദുഷ്കരമാണ്. കുരിശിൽ തലചായിച്ച് മരിച്ച യേശു നൽകിയ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, സത്യത്തിനു സാക്ഷിയായവൻ, സത്യത്തിന് സാക്ഷിയാവാൻ വന്നവൻ്റെ ആത്മാവ്, സത്യാത്മാവ്, സഹായകൻ, ആശ്വാസപ്രദനായ റൂഹ പരിശുദ്ധാത്മാവാണ്. സ്വർഗാരോഹണം ചെയ്ത ഉത്ഥിതനായ യേശു ശിഷ്യരോടൊത്തു വസിക്കുവാൻ, സഭയിലായിരിക്കുവാൻ നൽകിയ സത്യാത്മാവാണ് ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ലഭിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട്. ഒന്ന്, ദൈവവചനം ധൈര്യസമേതം പ്രസംഗിക്കുവാനുള്ള കഴിവ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം തിരുവചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും.
അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 31-ാം തിരുവചനം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. 2. സത്യം കാത്തു സംരക്ഷിക്കാനും അതിൻ്റെ പൂർണ്ണതയിൽ അറിയാനുമുള്ള കൃപാവരം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനം. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. യേശുവിൽ വെളിപ്പെടുത്തപ്പെട്ട രക്ഷയാണ് ഇവിടെ കാത്തു സംരക്ഷിക്കപ്പെടേണ്ട സത്യം. യേശുവിൽ പൂർണ്ണമായ രക്ഷ പൂർണ്ണമായി അനുഭവിച്ചറിയാനുള്ള മാർഗമാണ് പരിശുദ്ധാത്മാവിൽ കൗദാശിക ജീവിതം നൽകുന്ന കൃപാവരം. 3. പീഡനങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ യേശുവിന് സാക്ഷ്യം വഹിക്കാനുള്ള കൃപ. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുൻപിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്തു പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട. 12-ാം തിരുവചനം. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. 4. നീതിപൂർവമായ നിയമത്തിൻ്റെ അനുശാസനം നിറവേറ്റുന്നതിനുള്ള കൃപ. റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 4-ാം തിരുവചനം. ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിനു വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ഇവിടെ പരിശുദ്ധാത്മാവാണ് ലോകത്തിൻ്റെ വിധികർത്താവ്. ഏലക്കെയിൻ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ബോധ്യപ്പെടുത്തും എന്നല്ല, മറിച്ച് കുറ്റം വിധിക്കും എന്നാണ്. ലോകത്തെ കുറ്റം വിധിക്കുന്ന പ്രവർത്തനമാണ് പരിശുദ്ധാത്മാവിൻ്റേത്. ലോകം എന്നത് യേശുവിൽ വിശ്വസിക്കാത്തവരുടെ സമൂഹമാണ്, തിന്മയുടെ ശക്തിയാണ്. വിശ്വാസികളിൽ അഥവാ സഭയിൽ പ്രവർത്തനനിരതമാകുന്ന തിന്മയുടെ ശക്തിയെ, ലോകത്തിൻ്റെ പ്രവണതകളെ പരിശുദ്ധാത്മാവ് കുറ്റം വിധിക്കുന്നു. വിശ്വാസത്തിനടുത്ത ബോധ്യങ്ങൾ നൽകി പരിശുദ്ധാത്മാവ് വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. 3 വിധത്തിലുള്ള ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ ഉളവാക്കുന്നു. 1. പാപത്തെക്കുറിച്ചുള്ള ബോധ്യം. 2. നീതിയെക്കുറിച്ചുള്ള ബോധ്യം. 3. ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം. യേശുവിൽ വിശ്വസിക്കാത്തത് അടിസ്ഥാന പാപമാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 9-ാം തിരുവചനം. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും. യോഹന്നാന്റെ കാഴ്ചപ്പാടിൽ വിശ്വാസമില്ലായ്മ അഥവാ സ്നേഹമില്ലായ്മ, യോഹന്നാൻ 8:21-24 തിരുവചനങ്ങൾ, പാപമാണ്. വിശ്വാസമില്ലായ്മ അഥവാ സ്നേഹമില്ലായ്മ പാപമാണ്. യേശുവിലുള്ള ദൈവപിതാവിൻ്റെ വെളിപ്പെടുത്തൽ സ്വീകരിച്ച് അനുകൂലമായി പ്രത്യുത്തരിക്കുന്നതാണ് വിശ്വാസം. ദൈവപിതാവ് യേശുവിൽ സ്വയം വെളിപ്പെടുത്തിയത് സ്നേഹമായിട്ടാണ്. വിശ്വസിക്കുന്നവൻ ദൈവത്തെയും തന്നെ തന്നെയും സഹോദരനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നു. വിശ്വാസമില്ലായ്മ സ്നേഹമില്ലായ്മയാണ്. വിശ്വാസി സഭയാകുന്ന സ്നേഹക്കൂട്ടായ്മയിലെ സജീവ പ്രവർത്തകനാണ്. പാപാവസ്ഥയെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിൻ്റെ കുറ്റപ്പെടുത്തൽ വിശ്വാസികളിൽ പാപബോധം ഉളവാക്കുന്നു. പാപബോധം
അനുതാപത്തിലേക്കും പ്രായശ്ചിത്തത്തിലേക്കും ഏറ്റുപറച്ചിലിലേക്കും പാപമോചനത്തിലേക്കും നമ്മെ ആനയിക്കുന്നു. പാപമോചനം ദൈവരാജ്യത്തിലെ രക്ഷാകര ദൗത്യമാണ്. യേശു കുറ്റവാളിയായി വിധിക്കപ്പെട്ടു മരിച്ചെങ്കിലും യഥാർത്ഥത്തിൽ നീതി വിജയിക്കുകയും പിതാവിൻ്റെ സന്നിധിയിലേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്തു. സ്വർഗാരോഹണം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 10-ാം തിരുവചനം. ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ടും നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും, നീതി എന്ന വാക്ക് യോഹന്നാൻ ഉപയോഗിക്കുന്നത് വിശുദ്ധി എന്ന അർത്ഥത്തിലാണ്. 1 യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 29-ാം തിരുവചനം. അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവനിൽ നിന്ന് ജനിച്ചവനാണെന്ന് നിങ്ങൾക്ക് തീർച്ചയാക്കാം. അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവനിൽ നിന്നു ജനിച്ചവനാണെന്ന് നിങ്ങൾക്ക് തീർച്ചയാക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 3-ാം തിരുവചനം. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. യേശുവിൻ്റെ നീതി അവിടുത്തെ പാപമില്ലായ്മയാണ്, പരിശുദ്ധിയാണ്, ദൈവപിതാവിൻ്റെ ഹിതം നിറവേറ്റലാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാം തിരുവചനം. പാപങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായതെന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം തിരുവചനം. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. വിശുദ്ധി തന്നെയായ നീതിയെക്കുറിച്ചുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ ജനിപ്പിക്കുന്നു. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ ഈ ലോകത്തിൻ്റെ ഭരണാധികാരിയായ പിശാച്, തിന്മയുടെ ശക്തി, കുറ്റവാളിയായി വിധിക്കപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം തിരുവചനം. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 11-ാം തിരുവചനം. ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഈ ലോകത്തിൻ്റെ അധികാരി എന്ന് വിശേഷിപ്പിക്കുന്നത് തിന്മയുടെ ശക്തിയെയാണ്, പൈശാചിക ശക്തിയെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 30-ാം തിരുവചനം. നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു. യേശുവിൻ്റെ പീഡാസഹനവും മരണവും തിന്മയുടെ ശക്തിയുമായുള്ള അന്തിമ പോരാട്ടമായിരുന്നു. തൻ്റെ മരണ ഉത്ഥാനത്തിലൂടെ യേശു പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തി. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 30-ാം തിരുവചനം. എങ്കിലും അവന്, പിശാചിന് എൻ്റെ മേൽ അധികാരമില്ല. യേശുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയിലൂടെ തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെടുന്നതും ശിക്ഷ വിധിക്കപ്പെടുന്നതും വെളിപാട് പുസ്തകം ചിത്രീകരിക്കുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 5-7 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ 20-ാം അധ്യായത്തിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും. പരിശുദ്ധാത്മ സഹായത്താൽ ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ ഉറച്ചു നിൽക്കാനും തിന്മയുടെ ശക്തിയുടെ മേൽ വിജയം വരിക്കാനും വിശ്വാസികൾക്ക് കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനം. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ രക്ഷണീയ വ്യാപാരം വിവരിക്കുന്ന സുവിശേഷത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ്റെ സുവിശേഷം
14 അധ്യായം 26 തിരുവചനം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന ആശ്വാസകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കുവാനും ജീവിക്കുവാനും സത്യാത്മാവ് ശിഷ്യരെ ശക്തരാക്കും. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്നതിൻ്റെ ഗ്രീക്ക് പദപ്രയോഗം ഹോദേഗയോ എന്നാണ്. സുവിശേഷത്തിൽ ഇവിടെ മാത്രം ഉപയോഗിക്കുന്ന ഈ വാക്കിനർത്ഥം വഴിയെ നയിക്കുക എന്നാണ്. ഈ പദം പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തെ നേരായ മാർഗത്തിലൂടെ നയിക്കുന്നതിനെയും ജ്ഞാനം പകർന്നു നൽകുന്നതിനെയും സൂചിപ്പിക്കുന്നു. ക്രിസ്തുവാകുന്ന വഴിയെ അഥവാ മാർഗത്തിലൂടെ വിശ്വാസിയെ ഭാവിയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്നത് യേശുവിൻ്റെ മണിക്കൂറിൽ സംഭവിക്കുന്നവയും സഭയുടെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയുമാണ് അർത്ഥമാക്കുന്നത്. സത്യാത്മാവ് നിങ്ങളെ അറിയിക്കും എന്നത് ശിഷ്യ സമൂഹത്തിലൂടെ പരിശുദ്ധാത്മാവ് നിവൃത്തിയാക്കുന്ന പ്രഘോഷണ പ്രേക്ഷിത ദൗത്യമാണ്. കാത്തിരിപ്പിൻ്റെ ഈ ദിനങ്ങളിൽ ചോദിക്കുന്നവർക്ക് ചോദിക്കുന്നതിൽ അധികമായി നൽകുന്ന പരിശുദ്ധാത്മദാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന ഞായറാഴ്ച പെന്തക്കോസ്തി പെരുന്നാളാണ്. നല്ല ഒരുക്കത്തോടെ സുദീർഘമായ ശുശ്രൂഷയിൽ പങ്കാളികളായി പരിശുദ്ധാത്മ നൽവരങ്ങൾ പ്രാപിക്കാം. മിലാൻ വിളംബരം വഴി ക്രിസ്തുമതത്തിന് ആരാധനാ സ്വാതന്ത്ര്യം നൽകിയ കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ അമ്മയാണ് ഹെലേന രാജ്ഞി. യേശു ക്രിസ്തുവിൻ്റെ കുരിശ് കണ്ടെത്തിയതിൽ സന്തോഷിച്ച ഹെലേന രാജ്ഞി പണിതുയർത്തിയ ദേവാലയങ്ങളും മെത്രാന്മാരോടും പുരോഹിതരോടും പ്രദർശിപ്പിച്ച ബഹുമാനവും പ്രാർത്ഥനാ ജീവിതവും ഭക്താഭ്യാസങ്ങളും ദാനധർമ്മവും പ്രസിദ്ധമാണ്. വിശുദ്ധരോടും പരിശുദ്ധ മറിയത്തോടും മാലാഖാ വൃന്ദങ്ങളോടും ചേർന്ന് പരിശുദ്ധാത്മദാന സമൃദ്ധിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സഭയുടെ വിശുദ്ധീകരണത്തിനായി എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് വിശുദ്ധീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.